ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഗോതമ്പും മുട്ടയും പാലും ചേർത്തിട്ടുണ്ടാക്കുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഇത്. നിങ്ങളെല്ലാവരും തന്നെ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കൂ. ഇത് നല്ലൊരു 4 മണി പലഹാരമായിട്ട് കഴിക്കാനും പറ്റിയിട്ടുള്ളതും കുട്ടികൾക്ക് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇതിനായിട്ട് നമുക്കൊരു ബൗൾ എടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 2 ഗ്ലാസ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഗോതമ്പ് പൊടി അളന്നെടുത്ത ആ സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു 1/2 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. ആ സെയിം അളവ് പാത്രത്തിൽ തന്നെ എടുത്തോളൂ കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു പിഞ്ച് സോൾട്ട് കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളിത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അല്പനേരം ഇങ്ങനെ മാറ്റി വയ്ക്കാം. ഒരു അരമണിക്കൂർ നേരം ഇത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് എടുത്തിട്ട് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി കയ്യിൽ അല്പം ഓയിൽ തടവിയതിന് ശേഷം നമുക്കതിൽ നിന്ന് കുറേശ്ശെയായിട്ട് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കത് ഓയിലിലോട്ട് ചേർത്ത് കൊടുക്കാം. രണ്ട് ഭാഗവും നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാതും നന്നായി മൊരിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ കണ്ടു നോക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ ടേസ്റ്റ് ഉള്ളതും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത അടിപൊളിയായിട്ടുള്ള മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.